സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു നമ്പർ ലൈനിൽ എങ്ങനെ √2, √3, √5 വരയ്ക്കാം എന്നുള്ളതാണ്. ഈ √2, √3, √5 അങ്ങനെ പോകുന്നതല്ല ഇറാഷണൽ നമ്പേഴ്സ് ആണ്. നമ്മുടെ സ്കെയിലിൽ എന്താ ഉള്ളൂ? റാഷണൽ നമ്പേഴ്സ് ഉള്ളൂ. അതല്ലേ 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നതല്ല, റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ഈ √2 ഒക്കെ വാല്യൂസ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മുടെ ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്, അല്ലെ? 90 ഡിഗ്രി ട്രയാങ്കിൾ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ √2, √3 എന്ന് പറഞ്ഞ വാല്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. ABC എന്ന് പേര് കൊടുത്തു. 2 വരണം. ഇപ്പൊ 2 വരണമെങ്കിൽ 1ന്റെ കൂടെ 1 ആഡ് ചെയ്ത ആൻസർ എത്രയാണ്? 2 കിട്ടൂലേ? 1 + 1 2 കിട്ടും. അപ്പൊ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസിന് 1 സെന്റിമീറ്റർ എടുക്കാം, ആൾട്ടിറ്റ്യൂഡിന് 1 സെന്റിമീറ്റർ എടുക്കാം, എന്നിട്ട് ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. അപ്പൊ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് BC ആണ്, അല്ലെ? BC സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. BC = ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. AB സ്ക്വയർ, ABയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? AB എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. BC = √1ന്റെ സ്ക്വയർ 1 ആണ്, ഈ 1ന്റെ സ്ക്വയറും 1 ആണ്. BC = √1 + 1 2. ഇപ്പൊ √2 കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് 1 എന്നുള്ള രണ്ട് മെഷർമെന്റ് എടുത്തത്. 1 സെന്റിമീറ്റർ ബേസിനും 1 സെന്റിമീറ്റർ ഹൈറ്റിനും എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് എന്ത് കിട്ടും? √2 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കെയിൽ എടുക്കാം. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ഡാഷ് എന്ന് കൊടുക്കും. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സും അങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സും. ഇനി നമുക്ക് വൈ ആക്സിസ് വരയ്ക്കാം. ഇതാണ് വൈ ആക്സിസ്, ഇത് വൈ ഡാഷ്. അതായത് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ഇവിടെ എക്സിന്റെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ഇങ്ങോട്ട് വൈയുടെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് 0 മാർക്ക് ചെയ്യേണ്ടത്. 0 സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്നിടത്ത് നിന്ന്. ഇനി നമുക്കിതിന് അങ്ങോട്ട് നമ്പർ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക. കോമ്പോസിൽ ഒരു ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ആ ഡിസ്റ്റൻസ് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യുക. അതേ ഡിസ്റ്റൻസിൽ വീണ്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് എടുക്കുക, അത് വെച്ച് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുക. അതുപോലെ അതേ ഡിസ്റ്റൻസിൽ തന്നെ മുകളിൽ മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന് മെഷർമെന്റ് കൊടുക്കാം. ഇത് 0 ആണ്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഇവിടെയാണെങ്കിൽ 0 to 1, ഇവിടെ 2. ഓക്കെ, നമുക്കിനി √2 ആണ് ആവശ്യം. അപ്പം ബേസ് എത്ര എടുക്കണം? 1 സെന്റിമീറ്റർ എടുക്കണം. ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ആൾട്ടിറ്റ്യൂഡ് ഇവിടെ ആയിട്ട് വരും. അപ്പൊ ബേസ് 1 സെന്റിമീറ്റർ ഇവിടെ എടുക്കാം. അപ്പൊ ഞാൻ ഇത് ഇത്ര, ഇവിടെ 1 ഉണ്ട്. അപ്പൊ ഇതാണ് 1 യൂണിറ്റ്. അതുപോലെ ആൾട്ടിറ്റ്യൂഡ് എത്ര? 1 ആണ് എടുക്കണം. അപ്പൊ 0 to 1 യൂണിറ്റ് എടുത്തു. ഇനി എന്താണ്? ഹൈപ്പോട്ടനസ്. ഇതിനെയും യോജിപ്പിക്കുക. അതായത് ഈ പോർഷനെയും ഇവിടത്തേതിനെയും യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടനസ് കിട്ടും. ഓക്കെ, ഹൈപ്പോട്ടനസ് വരച്ചു. ഈ ഹൈപ്പോട്ടനസിന്റെ മെഷർമെന്റ് എത്രയാണ്? √2. അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? √2 ആണ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. അപ്പൊ √2ന്റെ അളവ് എത്രയാണ്? മെഷർമെന്റ് എത്രയാണ്? ഇത് തൊട്ട് ഇതുവരെയാണ് √2ന്റെ മെഷർമെന്റ്. അപ്പൊ നമുക്കത് കോമ്പോസിൽ അളക്കാം. എടുത്തു. അപ്പൊ ഇത് തൊട്ട് ഇതുവരെ ഉള്ളതാണ് √2. അതിന് നമ്മൾ 0യിൽ വെച്ച് വേണം മാർക്ക് ചെയ്യാൻ. കണ്ടല്ലോ, ഇവിടെ പ്ലേസ് ചെയ്തിട്ട്, കോമ്പോസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ √2ന്റെ മെഷർമെന്റ് എടുക്കുക. കാരണം ഇത് തൊട്ട് ഇതുവരെ ഉള്ളത്, ഇത് തൊട്ട് ഇതുവരെ ഉള്ളതാണ് √2ന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഈ പോയിന്റിന് P എന്ന് കൊടുത്തു.
ഈ ഏരിയയാണ് √2. ഓക്കെ, അപ്പൊ √2 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് √3 എടുക്കാം. അപ്പൊ √3 വരണമെങ്കിൽ എന്താണ് ആവശ്യം? 1ഉം 2ഉം ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും അല്ലേ? 1ഉം 2ഉം ആഡ് ചെയ്താൽ 3 കിട്ടും. പക്ഷെ ഒരു സൈഡ് നമ്മൾ 1ഉം മറ്റേ സൈഡ് 2ഉം എടുത്തു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 ആവും. 2ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 ആണ് വരണം അല്ലേ? അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5 ആണ് കിട്ടേണ്ടത്. നമുക്ക് ആവശ്യം എത്രയാണ്? 3 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ന് പകരം √2 എടുക്കാം. ഓക്കെ, 2ന് പകരം √2 എടുക്കാം. √2 ആണ് എടുക്കണമെങ്കിൽ ഒന്നിനും സ്ക്വയർ കൊടുത്ത് ഈ √2നും സ്ക്വയർ കൊടുക്കുക, സ്ക്വയറിങ് ചെയ്യുക. അപ്പൊ ഈ 1ന്റെ സ്ക്വയർ 1 ആവും. √2ന്റെ സ്ക്വയർ, അതായത് √a സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a ആണ്. ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി ആൻസർ a ആവും. അപ്പൊ √2ന്റെ സ്ക്വയർ എന്താവും? 2 ആവും. അപ്പൊ 1 + 2 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എടുക്കേണ്ട മെഷർമെന്റ് ഏതൊക്കെ ആയിരിക്കണം? 1ഉം √2ഉം ആയിരിക്കണം. എങ്കിലേ നമുക്ക് 3 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ബേസ് √2 എടുക്കാം, ഹൈറ്റ് 1ഉം എടുക്കാം. ഓക്കെ, ഹൈറ്റ് 1 എടുക്കുക, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 1 എടുക്കുക, ബേസ് വന്നിട്ട് √2 എടുക്കുക. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് BC നമുക്ക് √3 ആയിട്ട് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. പൈതഗോറസ് തിയറം വെച്ച് BC എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടൈനസ്. അപ്പൊ ഹൈപ്പോട്ടൈനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ AB സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AC സ്ക്വയർ. BC = √AB. AB എത്രയാണ്? √2ന്റെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ. BC √2ന്റെ സ്ക്വയർ 2 ആവും, 1ന്റെ സ്ക്വയർ 1 ആവും. അതിന്റെ വില എത്രയായി മാറും? √3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് √3 കിട്ടി, കറക്റ്റായി കിട്ടി. അപ്പൊ നമ്മൾ 2 അല്ല എടുക്കേണ്ട, √2 ആണ് ബേസിന് എടുക്കേണ്ട മെഷർമെന്റ്. എങ്കിൽ മാത്രമേ BC എന്താവത്തുള്ളൂ? √3 ആവുള്ളൂ. നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? √3 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വശം അല്ലെങ്കിൽ ഒരു സൈഡ് ബേസ് വന്നിട്ട് √2ഉം ആൾട്ടിറ്റ്യൂഡ് 1ഉം എടുക്കാം. അപ്പൊ നമുക്കിനി നമ്പർ ലൈനിൽ √2 ഉണ്ടോന്ന് നോക്കാം. √2 ഉണ്ട് അല്ലെ? ഇത് തൊട്ട് ഇതുവരെയാണ് √2. 0 to ഈ പോയിന്റ് വരെയാണ് √2ന്റെ മെഷർമെന്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും ബേസ് ആയിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇതിന് B എന്ന് കൊടുക്കുന്നു. A to B എന്നുള്ളത് ഇതിന് കൊടുത്തു. എന്നിട്ട് എന്താണ്? ഹൈറ്റ് വന്നിട്ട് ആൾട്ടിറ്റ്യൂഡ് വന്നിട്ട് 1 ആണ്. അത് എവിടെ എടുക്കണം? ഇതായിരിക്കും 1. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഹൈപ്പോട്ടൈനസ് വരയ്ക്കേണ്ടത്, BC വരയ്ക്കേണ്ടത് എവിടെയാണ്? ഇവിടെ നിന്നും ഈ 1 വരയ്ക്കും. കാരണം ഇത് ഇത്രയും √2 ആണ്. √2 ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. 1ൽ നിന്ന് √2 വരയ്ക്കും. ഓക്കെ, അപ്പം ഈ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് √3 ആണ്. കാരണം എന്താണ്? ഇത് ഇത്രയും √2, ഇത് ഇത്രയും 1. അപ്പോൾ 1ഉം √2 കൂടെ നമ്മൾ പൈതഗോറസ് തിയറം വഴി ചെയ്യുമ്പോൾ √3 കിട്ടും. അപ്പോൾ ഈ ഹൈപ്പോട്ടൈനസ് √3 ആണ്. മനസ്സിലായല്ലോ? ഇത് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ആണ് √3. അത് നമ്മൾ ആദ്യം അളക്കണം. ഓക്കെ, ഞാൻ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. √3യുടെ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ 0യിൽ മാർക്ക് ചെയ്ത്, ഈ 0യിൽ കോമ്പസ് വെച്ചിട്ട് നമ്പർ ലൈനിൽ വരയ്ക്കുക. അപ്പൊ ഇത് മീറ്റ് ചെയ്ത ഈ പോയിന്റ് ആണ് എന്ത്? √3. ഇതിന് നമുക്ക് K എന്ന് കൊടുക്കാം. ഈ പോയിന്റിന് K എന്ന് കൊടുക്കാം. ആ പോയിന്റ് ആണ് എന്ത്? √3. അപ്പൊ √3 മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ. ബേസ് √2 എടുക്കുക. √2 ഓൾറെഡി നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് ഇതുവരെയാണ്, ഈ 0 to ഇതുവരെയാണ് √2ന്റെ മെഷർമെന്റ്. അപ്പൊ ആ √2ൽ നിന്ന് 1ലേക്ക്, ഈ 1ലേക്ക് ഹൈപ്പോട്ടൈനസ് വരച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും ലെങ്ത് ആണ് √2. √3 എന്ന് പറയുന്നത് ഇതാണ് മെഷർമെന്റ്. √3 എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ആണ്. അതിനെ അളന്നെടുക്കുക. കോമ്പോസിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് അളന്നെടുത്തിട്ട് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ √3 കിട്ടും. ഇനി നമുക്ക് √5 എടുക്കാം. നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ √5 വരണമെങ്കിൽ ഏതൊക്കെ എടുക്കണം? 4 + 1 അല്ലേ 5. 5 വരണമെങ്കിൽ 4 1. 4 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ് 4. 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 ആവും, 1ന്റെ സ്ക്വയർ 1 ആവും. ആഡ് ചെയ്യുമ്പോൾ അത്
5ഉം കിട്ടും. അപ്പം നമുക്ക് മെഷർമെന്റ് ഏതൊക്കെയാണ് എടുക്കേണ്ടത്? 2ഉം 1ഉം ആണ് ബേസും ഹൈറ്റും വെച്ച് എടുക്കേണ്ടത്. നമുക്ക് ബേസ് ഞാൻ ഇവിടെ 2 എടുക്കുന്നു, ഈ 2 എടുക്കുന്നു, പിന്നെ ഈ 1 ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടൈനസ് √5 കിട്ടും. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബേസ് എത്ര എടുക്കുക? 2 എടുക്കുക, ആൾട്ടിറ്റ്യൂഡ് 1 എടുക്കുക. അപ്പൊ നമുക്ക് ബി സി സ്ക്വയർ നോക്കാം. ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബി സി സ്ക്വയർ ഇസിക്കൽ ടു എ ബി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 1 സ്ക്വയർ. ഈ സ്ക്വയർ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. ബി സി ഇസിക്കൽ ടു റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ഇസിക്കൽ ടു റൂട്ട് 4 പ്ലസ് 1 5. അപ്പൊ ബി സിയുടെ വാല്യൂ √5 എന്നുള്ളത് കിട്ടി. അപ്പൊ ബേസ് 2ഉം ആൾട്ടിറ്റ്യൂഡ് 1ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് √5ന്റെ മെഷർമെന്റ് കിട്ടും. അപ്പൊ നമുക്ക് ബേസ് 2 എടുക്കണം. അപ്പൊ 2 എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എടുക്കണം? ഈ 0 തൊട്ട് ഇതുവരെ 2 വരെ അല്ലേ? 2 യൂണിറ്റ് ആണ് ആവശ്യം. അപ്പൊ ഇതുവരെ ഉള്ളത് എടുക്കുക. ഹൈറ്റ് വന്നിട്ട് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 എടുക്കുക. അപ്പൊ ഇവിടെ നിന്നും 2ലേക്കാണ് നമ്മൾ ഹൈപ്പോട്ടൈനസ് വരയ്ക്കുക. ആ ഹൈപ്പോട്ടൈനസ് എത്രയായിരിക്കും? √5 ആയിരിക്കും. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടൈനസ് വരയ്ക്കാം. 1ൽ നിന്നും 2ലേക്ക് വേണ്ട, ഇത് 1 ഇത് 2. അപ്പൊ 1ൽ നിന്ന് 2ലേക്കാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഹൈപ്പോട്ടൈനസ് വരച്ചു. ഈ ഹൈപ്പോട്ടൈനസിലെ ലെങ്ത് എത്രയാണ്? √5 ആണ്. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. √5 ആണ് ഈ ഹൈപ്പോട്ടൈനസിന്റെ ലെങ്ത്. കാരണം ബേസ് 2ഉം ആൾട്ടിറ്റ്യൂഡ് 1ഉം ആണ്. അപ്പൊ ഇനി നമ്മൾ എടുക്കേണ്ട √5ന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇത് തൊട്ട് ഇതുവരെയുള്ള നീളമാണ് √5. അത് നമ്മൾ കോമ്പോസിൽ എടുക്കുക. കോമ്പോസിൽ ഇവിടെ നിന്ന് എടുത്തു. ഇതാ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? 0യിൽ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യാം. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. ഈ നമ്പർ ലൈനിൽ ഈ പോർഷനിലാണ്, ഇവിടെയാണ് എന്ത് വരുന്ന? √5 വരുന്നത്. ഇത് നമുക്ക് എം എന്ന പോയിന്റ് കൊടുക്കാം. അപ്പോൾ മൂന്നും √2, √3, √5 എല്ലാം നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിരുന്നു. ഇതാണ് ഈസി മെത്തേഡ്. നിങ്ങൾക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ് ഇതാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.